മറ്റൊരു വിവാദ വാർത്ത കൂടി ഒന്ന് പരിശോധിച്ചാൽ 100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന കണക്കുകൂട്ടലിന് പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചയും സജീവമാവുകയാണ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പരോക്ഷമായി ആവശ്യപ്പെട്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് രംഗത്തെത്തി. എന്നാൽ ഷിയാസിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് M. ലിജു പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ അവരോട് പറയും. സ്വാഭാവികമായിട്ടും ഒരു പ്രാദേശിക ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ചിലപ്പോൾ അത്തരം ഒരു പരാമർശം നടത്തിയത്. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ആൽവിൻ തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആൽവിൻ, എന്തായാലും എറണാകുളം, ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചയുള്ളത്. കാരണം രണ്ട് പേർ, അത് രമേശ് ചെന്നിത്തലയായാലും V.D. സതീശനായാലും ആ പേരുകൾക്ക് ആ പ്രാധാന്യമുണ്ട്. പക്ഷെ നമുക്കറിയാം വലിയൊരു നേട്ടത്തിലേക്കൊക്കെ പോയാൽ എന്തായാലും V.D. സതീശനെ എതിർക്കാൻ ഈ തരത്തിൽ കൂടുതൽ ശബ്ദങ്ങൾ ഉയരുമെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പായി മുൻകൂട്ടി പറയുകയാണ്, അത് എറണാകുളത്ത് തന്നെ വരട്ടെ ഒരു മുഖ്യമന്ത്രി എന്ന തരത്തിലാണ് ഷിയാസിന്റെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ ഇതൊരു അധികാര തർക്കമെന്നൊക്കെ പറയുമ്പോൾ പോലും അതൊരു ആത്മവിശ്വാസത്തിന്റെ ലക്ഷണം കൂടിയാണ്. അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിക്കുകയാണ് കോൺഗ്രസ്. നിശ്ചയമായും അങ്ങനെ തന്നെ വേണം രജീഷ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാര്യം പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയർന്നത് അത് UDF പിന്തുണയ്ക്കും, അല്ലെങ്കിൽ UDF വലിയ തരത്തിൽ ഗുണകരമാകുമെന്നുള്ള തരത്തിലാണ് ഇത്തരം ചില പ്രതികരണങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ എന്ന നിലയിൽ മാത്രം നമുക്കതിനെ ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും അധികാരത്തിലെത്തുക അല്ലെങ്കിൽ ഫലം വന്ന് അധികാരത്തിലെത്തുകയൊക്കെ വേണം. അതിനുള്ള ചർച്ചകളൊക്കെ ഇനിയും സമയം കിടക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ V.D. സതീശനുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ് മുഹമ്മദ് ഷിയാസ്. അദ്ദേഹം ഇത്തവണ കൊച്ചിയിലാണ് മത്സരിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായ മത്സരത്തിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലൊക്കെയാണ് അദ്ദേഹം അത്തരത്തിലൊരു അഭിപ്രായം എന്ന നിലയിലാണ് അദ്ദേഹം അത്തരം ഒരു കാര്യം പറഞ്ഞത്. അതിനെ ഒരു പക്ഷേ മറു അഭിപ്രായം എന്ന നിലയിലാണ് M. ലിജു. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ രമേശ് ചെന്നിത്തലയുമായി ഏറെ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ് M. ലിജു അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം അത് വ്യക്തിപരമായിരിക്കും ഷിയാസിൻ്റേത് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അത്തരം ചർച്ചകളിലേക്കൊന്നും തന്നെ UDF ഇപ്പോൾ കടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. കാര്യം തീർച്ചയായും ഫലം വരണം. ഫലം വന്ന ശേഷമുള്ള പ്രക്രിയകളൊക്കെ വളരെ കൃത്യമായി കോൺഗ്രസ് പാർട്ടിയുടെ പല കാര്യത്തിലുള്ള പ്രക്രിയകൾ നടക്കേണ്ടതുണ്ട്. ഫലം വന്നാൽ ശേഷം മാത്രമേ ഇത്തരം ഔദ്യോഗിക ചർച്ചകളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. നമുക്കറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെയും ഇത്തരത്തിൽ ചില നേതാക്കന്മാർ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഒരു പൊതുവേദിയിൽ PJ കുര്യൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സതീശനെ പിന്തുണച്ച ചിലർ രംഗത്തെത്തിയിരുന്നു. KC വേണുഗോപാലിനെ പിന്തുണച്ച ചിലർ രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി K. സുധാകരൻ പിന്നീട് രംഗത്തെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അത്തരം കാഴ്ചകളൊക്കെയും ആദ്യം തന്നെ നേതാക്കൾ മുളയിലെ നുള്ളിക്കൊണ്ട് പ്രചാരണ രംഗത്ത് സജീവമാകാനാണ് ഈ നേതാക്കളോടൊക്കെയും പറയുകയും ചെയ്തത്. ആ പ്രചാരണ രംഗത്ത് സജീവമായി മികച്ച ഒരു വിജയം നേടാൻ മാത്രം പരിശ്രമിക്കുക എന്നതായിരുന്നു, അത്തരത്തിലൊരു മെസ്സേജ് ആയിരുന്നു നേരത്തെ കൊടുത്തിരുന്നത്. ആ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ ആത്മവിശ്വാസത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഇപ്പോൾ പോളിംഗിന് ശേഷം ഉയർന്ന ഒരു പോളിംഗ് ലഭിച്ചത് ഗുണകരമാകും UDF എന്ന തരത്തിലുള്ള ആത്മവിശ്വാസം കൂടിയാണ് ഈ അഭിപ്രായ പ്രകടനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആൽവിൻ, എന്തായാലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പ്രതിപക്ഷ നേതാവിന് ഒരു കോൾ എല്ലാ കാലത്തും കോൺഗ്രസ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ആയി നിൽക്കുന്ന V.D. സതീശനെ തന്നെയാണ് ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അത്ര ഒരു സീറ്റ് വന്നാലുള്ള സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നത്. നിശ്ചയമായും അത് അങ്ങനെ തന്നെ ആകണമെന്നാണ് ഒരുപക്ഷെ നമുക്ക് ഇപ്പോഴുള്ള കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഒരുപക്ഷെ അദ്ദേഹത്തിന് പറയാൻ പല കാരണങ്ങൾ നിരത്താനുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിച്ചതും അല്ലെങ്കിൽ അതിനെ വിജയത്തിലേക്ക് എത്തിച്ചതും പിന്നീടുണ്ടായ ലോക്സഭയിലും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമൊക്കെയും മികച്ച വിജയം, മിന്നും വിജയം UDF നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പ്രവർത്തനമായിരുന്നു. ചിട്ടയായ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ കീഴിൽ നടന്നു എന്ന തരത്തിലുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ V.D. സതീശനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവിക അത്തരം ചർച്ചകളിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ആദ്യമായി ഉയർന്നു വരുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. UDF ഒരു തമ്പിങ് മജോറിറ്റിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ സതീശിൻ്റെ പേര് തന്നെയാകാം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വരിക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതൊക്കെയും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമേ അത്തരം പ്രക്രിയകളിലേക്ക് AICC കടക്കുകയുള്ളൂ, ഹൈക്കമാൻഡ് കടക്കുകയുള്ളൂ. അതിനുള്ള പ്രക്രിയകൾ കൃത്യമായി കോൺഗ്രസിൻ്റെ പാർട്ടി സംവിധാനത്തിൽ തന്നെ അത് അങ്ങനത്തെയുള്ള ചർച്ചകൾ വരും. പക്ഷേ ഈ ഘട്ടത്തിലുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളൊക്കെയും ഒരു അഭിപ്രായം മാത്രമായി കരുതിയാൽ മതി എന്നുള്ളതാണ് നേതാക്കളുടെ ഒക്കെയും പക്ഷം. ശരി ആൽവിൻ, എന്തായാലും അത് തന്നെയാണ്. കാരണം അധികാരത്തിലെത്തിയാൽ മാത്രമാണ് ഇത്തരം സ്ഥാനങ്ങൾക്കുള്ള കാര്യം. പക്ഷേ എന്തായാലും രണ്ട് അഭിപ്രായങ്ങൾ ആ രീതിയിൽ രണ്ട് ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾ എന്തായാലും ആ അഭിപ്രായം പറഞ്ഞതാണ് വലിയ തരത്തിൽ ചർച്ചയാകുന്നത്. എന്തായാലും